ഹലോ ഗായ്സ്, ഇറ്റ്സ് മീ സോളോ ടു. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് പറഞ്ഞാൽ ബാംഗ്ലൂർക്കാണ്. അപ്പോൾ ഇവിടേക്ക് വരുന്ന വ്ളോഗ് നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് പോയി കാണുക. അപ്പോൾ ചാനലിലേക്ക് ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇത് മെഗാ വ്ളോഗാണ്. അടിപൊളി കണ്ടന്റിലും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല അടിപൊളി കാര്യങ്ങളാണ് വീഡിയോ. സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പം നേരെ വീഡിയോ കാമാണ്. അപ്പോൾ ഗായ്സ്, ഞാൻ വീട്ടിൽ നിന്ന് വണ്ടി എടുത്ത് ഇറങ്ങി. അപ്പോൾ നമ്മളിനി പോണത് പെരുന്തമണ്ണയെന്നാണ്. അപ്പോൾ പെരുന്തമണ്ണയ്ക്ക് വണ്ടി ഇട്ട് പോവാണ്. അപ്പോൾ അവിടെ നമ്മളെ ബിസ്മി ഹൈപ്പർ മാർക്കറ്റിൻ്റെ സൈഡിലാണ് നമ്മളെ ഈ ബസ് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് അവിടുന്ന് കയറണം വണ്ടിയിൽ. സ്റ്റാർട്ട് നിർത്തി കേട്ടോ. ബസ് വരാൻ കുറച്ച് എടുക്കും. 7 മണിക്ക് ബസ് ഇവിടെ വരുള്ളൂ. അപ്പോൾ അതിന് കാത്തിരിക്കണം. അപ്പോൾ ഞാൻ ഇവിടെ വന്നിരിക്കാം. ഗായ്സ്, നമ്മൾ ബസ് അങ്ങനെ വന്നിരിക്കുകയാണ്. ഇതാണ് നമ്മളെ ബസ്. നമ്മൾ പോകാൻ പോകട്ടോ. ഓ ഗായ്സ്, സീന്. നമ്മളപ്പോൾ ബസ്സിൽ കയറി. ഇതാണ് അപ്പോൾ നമ്മളെ ബസ്. സീറ്റ് തടൻ്റെ ബാഗ് നൂരൊക്കെ ഗായ്സ്. അപ്പോൾ ഇതിലാണ് നമ്മൾ പോണത്. കാരണമൊക്കെ നോക്കാം ഗായ്സ്. ഇപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ ബസ് കയറി ഇപ്പം തിരിച്ചു പോയി. പിന്നെ ഞാൻ ബസ്സിനുള്ളിലൊക്കെ നടന്ന് കണ്ടു. അത്യാവശ്യം കുഴപ്പമില്ല. നമുക്കൊരു പ്രീമിയം രീതിയിലൊക്കെ തോന്നുന്നുണ്ട്. പിന്നെ നമുക്ക് നമ്മളെ കമ്പാർട്ട്മെൻറ്റിൽ ഞാൻ കയറിയിരുന്നു. അത്യാവശ്യം കുഴപ്പമില്ല. നമുക്ക് ഷൂ വെക്കാനും ബാഗ് വെക്കാനും റാക്കും കാര്യങ്ങളും ചാർജ് ചെയ്യാനും പോർട്ടും കാര്യങ്ങളും എല്ലാം നമുക്ക് ഒരു പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ പോണ റൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ പാണ്ടിക്കാട് അങ്ങനെ ആ റൂട്ട് പോയി നമ്മളെ എടവണ്ണ, മഞ്ചേരി, താമരശ്ശേരി വഴിയാണ് പോണത്. വയനാട്ടിൽ കൂടെ പോണത്. അപ്പോൾ ഇതിൽ എനിക്ക് ഒരു നെഗറ്റീവ് ഫീലിംഗ് ഉണ്ടായിട്ടുണ്ട്. അത് ഞാൻ വീടിൻ്റെ അവസാനം പറയാം. കാരണം നമുക്ക് നല്ലൊരു ദുരനുഭവം ഈ ബസ്സിൽ നിന്ന് കിട്ടി. നമുക്ക് കിടക്കാനാണ് ഇതാ ചെറിയൊരു സ്പേസിൽ നമുക്കിങ്ങനെ കിടക്കാം. അതുപോലെ നമുക്ക് ഫുഡ് കഴിക്കാൻ നിർത്തി. നമ്മൾ അങ്ങനെ വയനാട്ടിലെത്തി. വയനാട്ടിൽ മാനന്തവാടിയിലൊരു ചായക്കടയിൽ ഫുഡ് കഴിക്കാൻ നിർത്തി എല്ലാവരും. ഭക്ഷണം കഴിച്ചാൽ നിർത്തിക്കാതെ ബസ്. ഇത് വയനാട് മാനന്തവാടി എത്തി. പെരുന്തണുപ്പ്, നല്ല തണുപ്പാട്ടോ അവിടെ. ഗായ്സ്, ഏകദേശം വയനാട് മാനന്തവാടി എത്തിയപ്പോൾ നമ്മളെ ബസ്സൊന്നും നിർത്തിയിട്ടോ. പെരുന്തണുപ്പാണ് ഇവിടെ. ഓ, ഞാനിത്ര തണുപ്പുണ്ടോ വിചാരിച്ചില്ല. പക്ഷെ നല്ല തണുപ്പുണ്ട് ഇവിടെ. ബസ് കാണിച്ചതാ നമ്മളെ ബസ് കിട്ടോ. SKSൻ്റെ ബസ്സുണ്ട്, നമ്മളെ ബസ്സുണ്ട്. അപ്പോൾ ഇവിടെ നിർത്തിയിട്ടാണ്. പക്ഷെ എന്താ അറിയോ, തണുപ്പ് ഇതോ പൊന്നെ. തണുപ്പ് എന്നൊക്കെ പറഞ്ഞാണ് കുത്തുന്ന തണുപ്പ്. ഇങ്ങനെ മുഖത്തൊക്കെ കുത്തുന്ന തണുപ്പ്, അമ്മാരി തണുപ്പ്. ഗായ്സ്, ഇനി നമുക്ക് ഒരുപാട് പോകാണ്ട്. ഇപ്പം ഏകദേശം 1 മണിയായി. ഇനി നമുക്ക് ഏകദേശം 6:30 വരെ ബസ്സിലിരിക്കണം. 6:30 നമ്മൾ സാറ്റലൈറ്റ് തന്നെ സ്റ്റാൻഡിലെത്തും. അവിടെ ഗായ്സ് തൊള്ളേന്ന് പോകുകയാണ്. ആയായി തണുപ്പട്ടോ, പെരുന്തണുപ്പ്. എന്തായാലും നമുക്ക് പോയേക്കാം. അവിടെ എത്തിയിട്ട് നമുക്ക് ബാക്കി കാണാം. ഓക്കെ ഗായ്സ്, ഇവർ പോണത് എല്ലാവരും ഒരു റൂട്ടിലാവുകൊണ്ട് നമുക്ക് അടിപൊളി ബസ്സുകൾ ഒരുപാട് കാണാൻ പറ്റി അവിടെ. പിന്നെ ചായക്കടയിൽ എന്ന് വെച്ചാൽ തിരക്കായിരുന്നു. അപ്പോൾ നമുക്ക് സാധനം കഴിക്കാനൊന്നും പറ്റില്ല. അപ്പോൾ നമ്മൾ കഴിക്കാനും ഒരു മൂഡില്ല. കാരണം തണുത്ത് വിറച്ച് നമുക്കൊരു മൂഡായിരിക്കും നമ്മൾ. ഗായ്സ്, നമ്മളിനി ഇവിടുന്ന് കുറച്ച് കഴിഞ്ഞ് വണ്ടി എടുക്കും. ഇവിടുന്ന് വണ്ടി എടുത്തിട്ട് നേരെ ഇനി ബാംഗ്ലൂർ എത്തിരിഞ്ഞ് ബസ് നിർത്തുള്ളൂ പറഞ്ഞോളൂ. അപ്പോൾ ഇവിടുന്ന് ഇപ്പോൾ ചായ അടിക്കാൻ നിർത്തിയാണ്. അപ്പോൾ ചായ അടിക്കാൻ ഞാനെന്താ ചായ അടിക്കില്ല. കാരണം ഇവിടെ ചായ ഒരു സുഖം കിട്ടില്ല. അപ്പോൾ നമുക്ക് ഇനി പോയിട്ട് അവിടെ എത്തിയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ കാണാം. ഓക്കെ ഗായ്സ്, നമ്മളങ്ങനെ ബാംഗ്ലൂരിൽ എത്തി. ബാംഗ്ലൂരിലെ പല പല കാഴ്ചകൾ കാണാൻ തുടങ്ങി. അപ്പോൾ ഏകദേശം ടൈം ഒരു 6 മണിയാവും. 6:30 കൂടി നമ്മൾ സ്റ്റേഷനിലെത്തും. ബാക്കി നമുക്ക് കാണാം. ഓക്കെ, ഹൈവേ കേട്ടോ ഗായ്സ്. അങ്ങനെ നമ്മൾ ബാംഗ്ലൂരിലേക്ക് കിടക്കുകയാണ്. ബാംഗ്ലൂർ ടോളാട്ടത്. യെസ്, അങ്ങനെ ഗായ്സ്, വെൽക്കം ടു ബാംഗ്ലൂർ. അങ്ങനെ നമ്മൾ ബാംഗ്ലൂർ നഗരത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഓക്കെ, ഹൈവേ കേട്ടോ. ഒന്നും കാണാനില്ല, നൈറ്റാണ്. 6 മണി, 6:15. അങ്ങനെ ഗായ്സ്, ഏകദേശം ഒരു 10-12 മണിക്കൂറിന് ശേഷം ഞാൻ ബസ്സിൽ നിന്നൊന്ന് ആ ക്യാബിനിലേക്ക് വന്നിരുന്നു. കാരണം അത്രയും നേരം നമ്മൾ ബസ്സിനുള്ളിലിരിക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും നമുക്കൊരു ചടപ്പ് വരും.
ചടപ്പ് മീൻസ് ഒരു ബോറിങ് വരും. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ക്യാബിൽ വന്നിരുന്നു. അപ്പോൾ നമുക്ക് ഈ ബാംഗ്ലൂരിൻ്റെ കാഴ്ചകൾ, നൈറ്റ് ലൈഫ് കാഴ്ചകൾ, നൈറ്റ് അല്ല മോർണിംഗ് ആയിക്കണു, മാനങ്ങ് തെളിഞ്ഞ് വരുന്നുണ്ട്. ആ ടൈമാണ് നമ്മൾ ചെല്ലുന്നത്. അത്യാവശ്യം അടിപൊളി റോഡും കാണാൻ, പക്ഷേ ഇടയ്ക്കാണ് ഇങ്ങനെ കടക്കിങ്ങനെ ചാടുക. അപ്പോൾ നമുക്ക് നമ്മളെ ആ കിടക്കുന്ന സമയത്ത് നമുക്ക് കറക്റ്റ് ഫീൽ ചെയ്യും അങ്ങനെ പോകണം. അതാണ് നീച്ച് വന്ന് ഞാൻ പുറത്തേക്ക് വന്നത്. പിന്നെ പറയണത് നിങ്ങൾക്ക് ഡ്രൈവർ അടിപൊളിയാണ്, ഡ്രൈവിങ് സംഭവങ്ങളൊക്കെ അടിപൊളിയായിരുന്നു. പക്ഷേ നമുക്ക് ബസ്സും എടുത്ത് പറയാനുള്ളത്, ബസ്സും അടിപൊളി ബസ്സാണ്. പക്ഷെ എന്തോ ഒരു കാരണത്താൽ നമുക്കൊരു നല്ലൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് വന്നു അവിടെ. നമുക്ക് ഞാൻ പറഞ്ഞുതരാം കാര്യം, നമുക്ക് വീടിൻ്റെ അവസാനത്തിൽ ഞാൻ പറഞ്ഞു തരാം. നമ്മൾ അങ്ങനെ മാനം വെളുത്ത് വന്ന് നേരം വെളുത്തു. അപ്പോൾ പെട്ടെന്ന് നമ്മൾ ബസ്സും നിർത്തി. അതെന്താ വെച്ചാൽ ബസ്സിലൊരു താത്ത ഉണ്ടായിരുന്നു. താത്താക്ക് ഇടക്കിടക്ക് മൂത്രയൊക്കെ മുട്ടും. ഒരു 100-150 വട്ടമൊന്നുമല്ല ബസ് നിർത്തിക്കണത് താത്താക്ക് മൂത്രയ്ക്കാൻ. അപ്പോൾ കെങ്കരി എന്ന് പറഞ്ഞ സ്റ്റോപ്പിലാണ് ബസ് ഇപ്പോൾ നിർത്തിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ ബസ്സിൻ്റെ പുറത്ത് നിൽക്കുകയാണ്, കാരണം ഇത്രയും നേരം വെച്ചിട്ട് ഇരിക്കുക ബസ്സിൽ. നമ്മളിപ്പോൾ ബാംഗ്ലൂരിലെത്തി. ബാംഗ്ലൂരിൽ ഇപ്പോൾ കെങ്കേരി എന്ന് പറഞ്ഞ സ്റ്റേഷനിലെത്തി. നമുക്ക് ഇറങ്ങുന്നത് സാറ്റലൈറ്റിലാണ് ഇറങ്ങുന്നത്. നോക്കാം, നമുക്ക് പോയേക്കാം. അപ്പം എൻ്റെ കൂടുതലൊരു SRT വരുന്നുണ്ട്, അപ്പോൾ നമുക്ക് ആദ്യം. അങ്ങനെ കാഴ്ച നമ്മൾ ബാംഗ്ലൂരിൻ്റെ ആ മനോഹരമായ കാഴ്ചകൾ കാണാൻ പോവുകയാണ്. അപ്പോൾ സത്യം പറഞ്ഞാൽ എൻ്റെ മനസ്സിൽ എനിക്കപ്പോൾ ഫീൽ ചെയ്തത്, ഞാൻ ആദ്യമായിട്ടാണ് സോളോ ട്രിപ്പ് എന്നാണ് നമ്മളെ ചാനലിൻ്റെ പേര് തന്നെ. അപ്പോൾ സോളോ ട്രിപ്പായിട്ട് ഞാൻ ആദ്യമായിട്ട് ബാംഗ്ലൂരിലേക്ക് വരികയാണ് ബസ്സിൽ ഒറ്റയ്ക്ക്. അപ്പോൾ അതിൻ്റെ ഒരു ഫീൽ എടുത്ത് പറയുന്നില്ല. എനിക്ക് അത്രയും നല്ലൊരു എക്സ്പീരിയൻസാണ് ബസ്സിൽ നിന്ന് കിട്ടിയതും, അതുപോലെ തന്നെ എനിക്ക് ആ ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യേണ്ട ഫീലിംഗ് കിട്ടിയത്. ഏകദേശം 400 കിലോമീറ്റർ 450 കിലോമീറ്റർ അപ്പുറമാണ് നമ്മൾ ട്രാവൽ ചെയ്ത് വരുന്നത്. അപ്പോൾ നമുക്ക് ഒരു ബാംഗ്ലൂരിൻ്റെ കാഴ്ചകൾ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ബാംഗ്ലൂർ ഡേയ്സ് സിനിമയിലൊക്കെ ഒന്നും പോലെ അങ്ങനെയൊന്നും അല്ല. ശരിക്കും നമുക്ക് നേരിട്ട് കാണാമെന്നുണ്ടെങ്കിൽ നല്ല മനോഹരമായ നഗരമാണ്. പക്ഷേ വൃത്തിയുടെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ ചില ഭാഗങ്ങൾ നല്ല അടിപൊളി വൃത്തിയും കാര്യങ്ങളൊക്കെയാണ്, ചില ഭാഗങ്ങളിൽ നിന്ന് നേരെ വളരെ മോശമാണ്. അങ്ങനെ ഒരുപാട് നല്ല നല്ല കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ ബാംഗ്ലൂരിൻ്റെ ഹൃദയഭാഗങ്ങളിലേക്ക് നീങ്ങി പോവുകയാണ് ബസ്. ഞാൻ ഡ്രൈവറോട് ചോദിച്ചു, ഡ്രൈവർ വീട് എവിടെയാണ്? ഡ്രൈവർ പറഞ്ഞു എൻ്റെ വീട് ഇവിടെ തന്നെയാണ്, കർണാടക അല്ല ബാംഗ്ലൂരിൽ തന്നെയാണ്. അങ്ങനെയൊക്കെ പറഞ്ഞ് വർത്താനൊക്കെ പറഞ്ഞ് ഞങ്ങളങ്ങനെ പോയി. അങ്ങനെ എനിക്കിറങ്ങേണ്ട സ്റ്റേഷൻ എത്താനായി. സാറ്റലൈറ്റ് ദീപാഞ്ജലി നഗർ എന്ന് പറയുന്ന ഒരു സ്റ്റേഷനിലാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അവിടെ എനിക്ക് ഇറങ്ങാനായപ്പോൾ നമ്മൾ ഡ്രൈവർ പറഞ്ഞു സാറ്റലൈറ്റ് നെക്സ്റ്റ് സ്റ്റോപ്പ് എന്ന് പറഞ്ഞപ്പോൾ അവിടെ ഇറങ്ങി. അങ്ങനെ ഞാൻ ബസ് ഇറങ്ങിയപ്പോൾ സാറ്റലൈറ്റ് നടക്കുന്നുണ്ട് കേട്ടോ നമ്മളെ ബസ്. അങ്ങനെ ബസ് ഇവിടുന്ന് യാത്രയാവാണ്. ഞാൻ ഒറ്റക്കാണ് ഗൈസ്, ഇവിടെ ഒറ്റക്ക് നിൽക്കുകയാണെങ്കിൽ അവിടെ ക്ലാസ് ഒക്കെ ഉണ്ട്, ഓലൊക്കെ വന്നിട്ടുള്ളൂ, നമുക്ക് ഇവിടുന്ന് പോകാൻ പറ്റുള്ളൂ. നമുക്ക് നോക്കി വെക്കാം എന്തായാലും. അങ്ങനെ 10-12 മണിക്കൂറിന് ശേഷം നമ്മൾ ബസ്സിൽ നിന്ന് ഇറങ്ങി. നിങ്ങൾക്ക് ഈ ബസ്സിൽ പോകണം എന്നുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ വെബ്സൈറ്റ് അവൈലബിൾ ആണ്, സാം ബസ് എന്ന് പറഞ്ഞിട്ട്. ബാംഗ്ലൂരിലേക്ക് സർവീസ്, നല്ല അടിപൊളി സർവീസുകൾ ചെയ്യുന്നുണ്ട്. എനിക്ക് ചിലവായത് 1155 രൂപയാണ്. ഗായ്സ് ഇതാണ് ബാംഗ്ലൂരിലെ തിരക്ക്. ഞാൻ അതിലാണ് കേട്ടോ, ഫസ്റ്റ് ടൈമാണ് ഞാൻ കാണുന്നത്. പക്ഷേ നമ്പാണ് കേട്ടോ, കണ്ടോ ഇത് സാറ്റലൈറ്റ് സ്റ്റേഷൻ കേട്ടോ കാണുന്ന സ്റ്റേഷന്. പിന്നെ അവിടെ ബസ്സുകളും കാണുന്ന വണ്ടികളൊക്കെ സ്പീഡിൽ പോകുന്നുണ്ട്. പിന്നെ കാഴ്ച ഇവിടെ തണുപ്പാണ്, നല്ല തണുപ്പുണ്ട്. ഇനി ചിലപ്പോൾ ഉച്ചക്ക് ചൂടാവാന്ന് പറഞ്ഞാൽ നല്ല തണുപ്പുണ്ട് ഇവിടെ. നമുക്ക് വെറുതെ നടന്നോങ്ങനെ കാണാൻ പറയുന്നില്ല. ഓക്കെ, കാണാൻ മാത്രമൊന്നുമില്ല, ഇതിങ്ങനെ ഒരു സിറ്റി, അതിലിതാ ഫുഡ് പാത്രങ്ങളുണ്ടാവും, നമുക്ക് കണക്കുക കാണുക. അതിനുള്ള ഈ സാറും പിള്ളേരൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഓലെ കാത്തിക്കാണ്. അപ്പോൾ ഓലൊന്നും ഓലെ കണ്ടിട്ട് നമ്മൾ അങ്ങനെ പോകും. ഓക്കെ, ഒന്ന് അപ്പുറം കിടക്കണമെന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ ഇവിടുന്ന് ഈ ഇത് കയറണം, ഈ ഫ്ലൈ ഓവർ കയറണം, എന്നാലും നമുക്ക് അപ്പുറം പോകാറ്റുള്ളൂ. കാരണം റോഡിൽ അത്രയും വണ്ടികളാണ്, നിറച്ച് വണ്ടികളും കാര്യങ്ങളാണ്, നമുക്ക് നടക്കാൻ പറ്റില്ല അവിടേക്ക്. അപ്പോൾ എന്തായാലും നമുക്ക് മുകൾക്ക് പോയേക്കാം. ഞാൻ ആ കടയിൽ പോയി ചായ എടുക്കണമെന്നില്ല, നോക്കി പോട്ടെ. ഗായ്സ് പുറത്തോട്ട് തണുപ്പാട്ടെ, നല്ല തണുപ്പുണ്ട്, ഒരു വെറൈറ്റി തണുപ്പ്. അങ്ങനെ ഗായ്സ് ഞാനൊരു ചായക്കടയിൽ കയറി. ചായക്കട നല്ല അടിപൊളി ഒരു കഫേ ആയിരുന്നു. അതിൻ്റെ പേരെന്താണെന്ന് വായിക്കാൻ കന്നഡയിൽ ചെയ്തുകൊണ്ട് മനസ്സിലാവില്ല. അങ്ങനെ ഞാനവിടെ പോയിരുന്നു. അപ്പോൾ അവർ പറഞ്ഞ് സാർ സർവീസ് ഉള്ളിലാണ് പറഞ്ഞു. നമുക്ക് ഇവിടുന്ന് വേണമെങ്കിൽ ബില്ല് കൊടുത്ത് നമുക്ക് വാങ്ങാം. ഞാൻ ഒരുപാട് പ്രാവശ്യം അവരോട് കോഫി 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 എന്ന് പറയുന്നു, പക്ഷേ അവർക്ക് മനസ്സിലാവില്ല. ഓല് പറയണത് എനിക്കും മനസ്സിലാവില്ല. അങ്ങനെ ഞാൻ ഒരുപാട് നേരം കാത്തിരുന്ന് അവരോട് പറഞ്ഞ് അവസാനം അവർ ബില്ലടിച്ച് തന്നു. കോഫി പറഞ്ഞത് അത് കോഫി ഗായ്സ്. അപ്പോൾ നമുക്ക് കോഫി കുടിച്ച് തുടങ്ങാം. കോഫി അത് ഉള്ളിലേക്ക് വയ്ക്കണം, നല്ല ചൂടാറുണ്ട്, ചൂടിൻ്റെ കോഫി. ഓക്കെ
ഓ ഇത് ഒറിജിനൽ കോഫി കേട്ടോ ഗായ്സ്. ഈ സാറ്റർഡേറ്റിലെ ബസ് സ്റ്റാൻഡാണത്. ഇത് ഇലക്ട്രിക്കിൻ്റെ ബസ്സാണത്. സാറ്റർഡേറ്റിലെ ബസ് സ്റ്റാൻഡാണിത് കണ്ടോ. അവിടെ ഭയങ്കര തിരക്കാട്ടോ. ഞാൻ കുറേ നേരം നിൽക്കണു ക്ലാസ് ഒക്കെ കാത്തിട്ട് വരുന്നില്ല. നോക്കട്ടെ ഗായ്സ്. ഇവിടെ നല്ല തണുപ്പ് തന്നെ ഉണ്ട്. രാവിലെ വെയിൽ ഒതിച്ചു, നല്ല തണുപ്പൊക്കെ ഉണ്ട്. നമുക്ക് നോക്കി നോക്കാം. ഗായ്സ് ഇവിടുത്തെ പുഴ കേട്ടത്. പുഴ എന്താണാവോ പൊന്നെ. ഗായ്സ് ഞാൻ ഇവിടെ ഒരു സാധനം വാങ്ങിയതാ. ഇത് 10 ഉറുപ്പ്യ ഉള്ളൂ. അവിടുന്ന് വാങ്ങിയതാ ഒരു രസത്തിന്. പിന്നെ ഇവിടെ തണുപ്പുണ്ട്, പക്ഷെ എന്താ പറയുക ഒരു മണം, അതുപോലെ ഒരു വ്യത്യസ്തമായ സംഭവം. എന്താ പറയുക മണമുണ്ട്, നല്ല മണം. ഇത് തണുപ്പും ഒടുക്കത്തെ തണുപ്പും. എന്താ ഗായ്സ് തോണ് കണ്ടോ. ഞാൻ ഈ ഫ്ലേവർ മോഡ് അങ്ങോട്ട് കയറി അങ്ങോട്ട് ഇറങ്ങുക, അങ്ങോട്ട് കയറി അങ്ങോട്ട് ഇറങ്ങുക, അങ്ങോട്ട് കയറി ഇതെൻ്റെ പണി. വേറെ പണിയൊന്നുമില്ല. എന്തിന് തിന്നണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവനും പറ്റില്ല, കാരണം ഒരു വൃത്തിയിട്ടില്ല ഫുഡ്. അപ്പോൾ ഗായ്സ് എന്തായാലും ജോലി വരട്ടെ. ജോലി വരേണ്ട കാത്തിക്കുക. ഓല് എപ്പോഴും വരികയെന്ന് അറിയില്ലേ, നോക്കാം. ഗായ്സ് സമയപരിമിതികൾ കൊണ്ട് ഞാൻ ഒരുപാട് നേരം അങ്ങോട്ടും ഇങ്ങോട്ടും ആ ഫ്ലൈഓവറിലൂടെ നടന്ന് ഞാൻ തന്നെ എൻ്റെ വീഡിയോസൊക്കെ ക്യാപ്ചർ ചെയ്ത് നടക്കുകയാണ്. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയുന്നതെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ ലൈഫിൽ ഒരുപാട് മെമ്മറീസ് ലഭിക്കുന്നത് ഇതുപോലെ യാത്രകളൊക്കെ ചെയ്യുമ്പോഴാണ്. അപ്പോൾ അടുത്ത എപ്പിസോഡ് ഈ എപ്പിസോഡിലൂടെ അവസാനിക്കണം. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ നമുക്ക് അടിപൊളി കാഴ്ചകളായിട്ട് തിരിച്ചു വരാം. നമുക്ക് ഒരുപാട് ലാഗാക്കണം എന്നുള്ള രീതിയിലാണ് നമ്മൾ എപ്പിസോഡായിട്ട് വീഡിയോസ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. ബൈ ഫ്രം ടുട്ടു.